ഹലോ സെൽഫിയിലേക്ക് സ്വാഗതം. തുടങ്ങാം നമ്മുടെ സെൽഫി. ഒരു ഗാഡ്ജറ്റ് വിശേഷം ആദ്യം. ഗാലക്സി നോട്ട് 4 നോട്ട് സീരീസിലെ പുതിയ താരം. പുതിയ സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് ഡിസൈനുമായാണ് നോട്ട് 4ന്റെ വരവ്. 5.7 ക്വാഡ് HD സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ക്രിസ്റ്റൽ ക്ലിയർ കാഴ്ച സമ്മാനിക്കുന്നു. നോട്ട് 4 സീരീസിൽ നോട്ട് 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെയിനായിട്ട് അതിൻ്റെ ലേറ്റസ്റ്റ് പ്രോഡക്റ്റായ നോട്ട് 4ൽ ആഡ് ചെയ്തേക്കുന്നത് അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. നമുക്കറിയാം സാംസങ്ങിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് സൈഡ് മെറ്റാലിക് ഡിസൈനാണ്. ഇതിൻ്റെ ജെന്യൂൻ മെറ്റാലിക് ബോഡി ഡിസൈനാണ് നോട്ട് 4ന് ആഡ് ചെയ്തിട്ടുള്ളത്. ക്വാഡ് HD സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിനു മുമ്പ് വന്നേക്കുന്നത് HD സൂപ്പർ AMOLED ആണ്. ഇതിന് വരുന്നത് ക്വാഡ് HD ആണ്. ക്വാഡ് HD എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇതിൽ ഡിസ്പ്ലേ നമുക്ക് ഫുൾ HDയിൽ വീഡിയോ വ്യൂ ചെയ്യാൻ പറ്റും. അതുകൂടാതെ 4K വീഡിയോ സപ്പോർട്ടാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ലാർജ് സ്ക്രീൻ പ്രീ ഡിഫൈൻഡ് ആണ്. അത് നോട്ട് 3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത് 5.7 ഇഞ്ച് ക്വാഡ് HD സൂപ്പർ AMOLED ആണ് ഡിസ്പ്ലേ വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 176 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കൊരു എൻഹാൻസ്ഡ് മൾട്ടി ടാസ്കിങ്, അതായത് ഒരു PC ലൈക്ക് നമുക്കൊരു PC-യിൽ യൂസ് ചെയ്യണ പോലെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് മൾട്ടി വിൻഡോ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അത് വരുന്നത്. അത് അതിൻ്റെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു മൾട്ടി യൂസ് ആയിട്ട്, അതായത് 2 ആപ്ലിക്കേഷൻ ഒരേ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, റൺ ചെയ്യാൻ പറ്റും. ഇനി ഫോട്ടോ എടുക്കാനോ 16 MB ബാക്ക് ക്യാമറ, 3.7 MB ഫ്രണ്ട് ക്യാമറ, ഇരുട്ടിലും തെളിമയോടെ പടമെടുത്തോളൂ. അതിൻ്റെ ക്യാമറ പറയുകയാണെങ്കിൽ സൂപ്പർ ബി ക്യാമറ എന്ന് തന്നെ പറയണതിനാണ്. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് ക്യാമറ 16 മെഗാപിക്സലും ഫ്രണ്ട് 3.7 MB ക്യാമറയാണ് വരുന്നത്. നമുക്ക് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് വൈഡർ സെൽഫിയിൽ നമുക്ക് സെൽഫി ഫോട്ടോസ് നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൽ ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് പ്ലേ ബാക്ക് ഉണ്ട്. നോട്ട് 4ന്റെ S Pen മേന്മയേറിയത്. ടെക്സ്റ്റുകൾ എവിടെ നിന്നും സെലക്ട് ചെയ്യാം, ഒന്നിച്ചാക്കി സേവ് ചെയ്ത് ഷെയർ ചെയ്യാം. ഡിജിറ്റൽ ഹാൻഡ് റൈറ്റിംഗിലും സ്റ്റൈലിഷ്. ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് S Pen എന്നൊരു ഓപ്ഷൻ. ഈ S Pen എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനു മുമ്പ് നോട്ട് 3ക്കും ഉണ്ട്, നോട്ട് 2നും ഉണ്ട്. പക്ഷേ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നോട്ട് 4 സീരീസിലേക്ക് വരുമ്പോഴത്തേക്കും എൻഹാൻസ്ഡ് S Pen എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് നമുക്ക് S Pen യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു മൗസിൻ്റെ എക്സ്പീരിയൻസ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മൗസിൽ എങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു മൗസ് എങ്ങനെ യൂസ് ചെയ്യുക, ആ സെയിം എക്സ്പീരിയൻസിൽ നമുക്ക് ഈ നോട്ട് 4ൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. S Pen നമുക്ക് യൂസ് ചെയ്യാവുന്ന 3 ടൈപ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റും. S Pen എയർ കമാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. എയർ കമാൻഡിൽ 3 ഓപ്ഷൻസാണ് ഇതിൽ വരുന്നത്. S Pen സിസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ S Pen മൗസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും.
എസ് പെന്നിന് ഫോട്ടോ നോട്ട് എന്നൊരു ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബാറ്ററിയും കരുത്തനെന്ന് അവകാശവാദം. എളുപ്പത്തിൽ ചാർജിംഗ്. 0-ൽ നിന്ന് 50%-ലേക്ക് 30 മിനിറ്റിൽ. കേരളം ഇപ്പോൾ ഉത്തരവാദിത്ത ടൂറിസത്തിലാണ്. ഉത്തരവാദിത്ത ടൂറിസത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അതിൽ പ്രധാനമാണ് നമ്മുടെ കലാരൂപങ്ങൾ. വൻകിട ഹോട്ടലുകളിലും റിസോർട്ടുകളിലുമൊക്കെ ഇപ്പോൾ ഇതാണ് ട്രെൻഡ്. വിദേശികൾക്ക് മുമ്പിൽ നമ്മുടെ തനത് കലാരൂപങ്ങൾ പ്രദർശിപ്പിക്കുക, അവരെ അതേക്കുറിച്ച് ബോധവാന്മാരാക്കുക. ഒപ്പം നമ്മുടെ പ്രാദേശിക കലാകാരന്മാർക്ക് മികച്ച പ്രോത്സാഹനവും. കേരളം ഇപ്പോൾ ഉത്തരവാദിത്ത ടൂറിസത്തിലാണ്. അതായത് ഹോട്ടലുകാർക്കും നാട്ടുകാർക്കുമൊക്കെ വിനോദസഞ്ചാര കാര്യത്തിൽ കൂട്ടുത്തരവാദിത്വം. എല്ലാവരും ചേർന്ന് സഞ്ചാരികളെ സന്തോഷിപ്പിക്കുന്നു. അതിനുള്ള മാർഗങ്ങളിലൊന്നാണ് കല. വൻകിട ഹോട്ടലുകളും റിസോർട്ടുകളും കേന്ദ്രീകരിച്ച് കലാരൂപങ്ങൾക്ക് അരങ്ങൊരുങ്ങുമ്പോൾ ഒരു പ്രദേശത്തിനാകെ ആഹ്ലാദം. ആലപ്പുഴയിലെ മാരാരി ബീച്ച് റിസോർട്ടിലൊക്കെ പതിവായി കലയുടെ കേളികൂട്ടുകൾ. ഇന്ന് കേരള സംസ്ഥാന ടൂറിസം വകുപ്പ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് റെസ്പോൺസിബിൾ ടൂറിസത്തിനാണ്. റെസ്പോൺസിബിൾ ടൂറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റിസോർട്ടോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ നമ്മൾ പുറത്തുനിന്നുള്ള ഗസ്റ്റ് വരുമ്പോൾ ഇവിടെ വരുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ ലോക്കൽ കമ്മ്യൂണിറ്റിയിലോട്ട് പോകണം. അത് മെയിനായിട്ട് ഇപ്പം ഒന്ന് ലോക്കൽ എംപ്ലോയ്മെൻ്റ് ആണ്. ലോക്കൽ എംപ്ലോയ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ലോക്കലായിട്ടുള്ള പല കാര്യങ്ങളും പച്ചക്കറികളാണെങ്കിലും മറ്റുള്ള പല സാധനങ്ങളും നമ്മൾ ലോക്കലായിട്ടാണ് സോഴ്സ് ചെയ്യുന്നത്. ഇവിടെ ഗസ്റ്റ് വരുന്നതിൻ്റെ പ്രത്യേകിച്ച് ഫോറിനേഴ്സ് ആണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നതിൻ്റെ കാര്യം ഒരു കേരള തനിമ അനുഭവിക്കാനും അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് വേണ്ടത് ഡിസ്കോയോ മറ്റുള്ള ആ ഒരു ഹൈഫൈ ആയിട്ടുള്ളതിനെക്കാട്ടും നമ്മുടെ കേരള തനിമയുള്ള അല്ലെങ്കിൽ കേരളത്തിൽ പണ്ടേ നിന്നുകൊണ്ടിരുന്ന ആർട്ട് ഫോംസിന് ഒരിക്കലും നശിച്ചു പോകാതിരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം റിസോർട്ടുകൾക്കും അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രീസിനും പ്രത്യേകിച്ചുണ്ട്. ഇന്നിപ്പം അവതരിപ്പിച്ച തിരുവാതിരക്കളി അവരെല്ലാം ഇവിടുന്ന് ഈ മാരാരി ബീച്ചിൻ്റെ 1 കിലോമീറ്റർ റേഡിയസിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസികോല്ലാസം, അതിൽ അവർക്ക് കിട്ടുന്ന ഒരു വരുമാനം, പിന്നെ അവരുടെ ഈ തിരുവാതിരക്കളികളെല്ലാം
ഫോറിനേഴ്സിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ വിദേശികളുടെ മുമ്പിലും നമ്മുടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളുടെ മുന്നിലും അവതരിപ്പിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു മാനസികോല്ലാസം, അതിന് കിട്ടുന്ന വരുമാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് അതിൻ്റെ അവരുടെ ജീവിതത്തിന് അത് വളരെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കും. തിരക്കട്ട ജീവിതം താൽക്കാലികമായി ഉപേക്ഷിച്ച് വിമാനം കയറിയവർക്ക് നമ്മുടെ കലകളിൽ നല്ല താല്പര്യം. Yeah, I mean, this Kerala show was very interesting because we could see like the rhythm and the roots of this country. That is very, very nice. And the girls done a very, very good show. I learned the culture of that country. And I think there is also looks like a bit like Polynesian song because you're moving like your hand. I think there is also like maybe something like with the Hinduism with the hand. I don't know, and you should tell me. But it looks like India with a lot of things. കണ്ടുപഠിച്ചത് പെട്ടെന്ന് അനുകരിക്കാനും തയ്യാർ. Yeah, no, you do like that. Yeah, here, this one inside, because like they talk and they receive. Okay, like Vishnu or Ganesha, I don't know. You do like that, and you do like that, and you do like that, and they up, whoop, whoop, et up, whoop, whoop, et up, whoop, whoop, et on reprend comme ça, et on reprend, et on se tape dans la main. Voilà, et on se tape comme ça, et on se tape comme ça, et on se tape comme ça. Is it bien? I think it's good, yeah. അയൽവക്കത്തുള്ള കലാകാരന്മാരുടെയും കലാകാരികളുടെയും ജീവിതത്തിൽ ഒരു വേറിട്ട മാറ്റം. അമ്പലമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഈ ട്രൂപ്പ് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന ഒരു പരിപാടി അവതരിപ്പിക്കാൻ അവസരമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളതനുസരിച്ച് ഇവിടെ വരികയും പരിപാടി അവതരിപ്പിക്കുകയും അതിൽ നിന്നും നല്ലൊരു ബെനിഫിറ്റ്, വളരെ മോശമല്ലാത്ത രീതിയിലുള്ള ബെനിഫിറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോറിനേഴ്സിൻ്റെ മുമ്പിൽ ഈ പരിപാടി അവതരിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കഴിവുകളൊക്കെ അവരുടെ മുമ്പിൽ നമ്മുടെ നാടൻ കലാരീതികൾ അവരെ കാണിച്ചു കൊടുക്കാനൊരു അവസരം കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കലാരൂപങ്ങൾ എപ്പോഴും മനസ്സുകളുടെ മാറ്റമാണ്. അത് ഇത്തരത്തിലുമാകുമ്പോൾ ഒരു സമൂഹത്തിന്റെ ജീവിതം തന്നെ മാറുന്നു. എന്ത് പരിഭവം മെല്ലിയോടി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ, എന്തു നൽകുവാനെന്നെ കാത്തു നിന്നു നീ. കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലിയോടി വന്നു. ഫൈവ് സ്റ്റാറിലും പഴയതിൻ്റെ സൗന്ദര്യം കാണാം ഇടവേളയ്ക്ക് ശേഷം. പഴയതും ഉപയോഗശൂന്യവുമായ എത്രയധികം വസ്തുക്കളാണ് നമ്മുടെ ചുറ്റും, നമ്മുടെ പരിസരങ്ങളിൽ. സാധാരണഗതിയിൽ ഇവയൊക്കെ നശിപ്പിച്ച് കളയുകയോ അല്ലെങ്കിൽ കത്തിച്ച് കളയുകയോ ഒക്കെയാണ് ചെയ്യുക. പക്ഷേ ഇനി അങ്ങനെ ചെയ്യരുത്. കൊച്ചി കാസിനോ ഹോട്ടലിനെ മാതൃകയാക്കാം. പഴയ കടലാസുകളും മാഗസിനുകളും ഒക്കെ ഉപയോഗിച്ച് ഇവർ മനോഹരങ്ങളായ സൃഷ്ടികൾ ഒരുക്കിയിരിക്കുന്നു.
പെട്ടെന്ന് കരുതില്ല ഇതൊക്കെ പഴയ പത്രങ്ങളും മാഗസിനുകളും പ്ലൈവുഡുകളും ഒക്കെയാണെന്ന്. പുതുരൂപവും നിറങ്ങളും അവയെ അതിശയിപ്പിക്കും വിധം മാറ്റിമറിച്ചിരിക്കുന്നു. ബിനാലെയുടെ ഭാഗമായി നഗരത്തിലെ പല ഹോട്ടലുകളിലും മറ്റും ഇത്തരത്തിൽ കലാസൃഷ്ടികൾ ഒരുക്കിവച്ചിട്ടുണ്ട്. പക്ഷേ ബിനാലെയൊക്കെ കൊച്ചിയിൽ എത്തും മുൻപേ തുടങ്ങിയതാണ് ഈ കലാവൈഭവം. ഇത് അനീഷ് എന്ന ഹൗസ് കീപ്പറുടെ കരവിസ്മയം. ഫസ്റ്റ് ടൈം ചെയ്ത് തന്നെ ഒരു നല്ലൊരു എല്ലായിടത്തും ഇപ്പോൾ ഗസ്റ്റിൻ്റെ ഭാഗത്തു നിന്നായാലും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് എങ്ങനെ കൂടുതൽ ക്രിയേറ്റീവായിട്ട്, അതായത് മാക്സിമം റിപ്പീറ്റേഷൻ ഒഴിവാക്കിയിട്ട് എന്തൊക്കെ വേസ്റ്റ് മെറ്റീരിയലാണോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം പുറത്തുനിന്ന് നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ ചെയ്യുന്നതിൽ ബെറ്റർ നമുക്കിവിടെ ഹോട്ടലിൽ എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ടോ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഹോട്ടൽ ഇപ്പോൾ 5 സ്റ്റാർ ഹോട്ടലാണ്, ആ ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ ഈ പ്രോഡക്റ്റ് നമുക്ക് ഡിസൈൻ ചെയ്യാം എന്നതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഈ പെയിൻറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ് ഒരു ഫ്രഷ് ലുക്ക് കൊടുത്ത് ചെയ്യാൻ തന്നെ പ്രയത്നിച്ചു. ഈ കലാസൃഷ്ടികളൊക്കെ ഹോട്ടലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ആരുടെയും ശ്രദ്ധ പെട്ടെന്ന് ലഭിക്കുന്ന ഇടങ്ങളിലാണ് എന്നത് ഇത്തരം കലാസൃഷ്ടികളോടുള്ള ഹോട്ടലിന്റെ താൽപര്യം എടുത്തുകാട്ടുന്നു. ഇത്തരത്തിൽ ചെലവ് കുറഞ്ഞ കൗതുകം ജനിപ്പിക്കുന്ന കലയൊരുക്കാൻ അതീവ താൽപര്യവും. നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത് 3 വർഷം മുമ്പെയാണ് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ അഡോപ്റ്റ് ചെയ്തതും. ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മുടെ ഒരു വൺ ഓഫ് ദ കോർ വാല്യൂ ഓഫ് ദ ഗ്രൂപ്പ് അത് വരുന്നത് എൻവയോൺമെൻറ്റൽ സെൻസിറ്റിവിറ്റിയാണ്. അപ്പം അതിനെ ബേസ് ചെയ്താണ് ഇങ്ങനൊരു ഐഡിയ വരുവും. ഇപ്പോൾ നമ്മൾ ക്രിസ്മസ് ഡെക്കറേഷൻ പ്ലാസ്റ്റിക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ടോട്ടലി അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇതുപോലെ വേസ്റ്റിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ഡെക്കറേഷൻ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതും അത് എസ്പെഷ്യലി ഇതുപോലെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ചെയ്യുമ്പോഴത്തേന് അത് കുറച്ചുകൂടെ അതിന് എല്ലാവരും ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നോർമലി ചെയ്യുന്ന നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുക എന്നുള്ളത് മാറിയിട്ട് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക് വരികയും ന്യൂസ് പേപ്പർ അതുപോലുള്ള പ്ലൈവുഡ് അങ്ങനെ വരുന്ന വേസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി സംഭവങ്ങൾ കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാമെന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നതാണ്. അതിലാണ് ഓൾ ദിസ് ഐഡിയ വന്നത്. 3 വർഷം മുമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കഴിഞ്ഞ വർഷം വീണ്ടും ചെയ്തു, ഈ വർഷം കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്നതാണിപ്പോൾ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചിയിലിരിക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ഒരു സിറ്റി ബിസിനസ് ക്ലാസ് ഹോട്ടൽ, അവിടെ നമ്മൾ ഇതുപോലുള്ള ഹൈടെക്കിലേക്ക് പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇതുപോലുള്ള നമ്മുടെ ഇതിരിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റ് വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ പേപ്പറുകൾ, അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റായി പോകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഇതുപോലുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിനെ യൂസ് ചെയ്ത് നമുക്ക് എത്രത്തോളം ഇത് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഒരു കോർ വാല്യൂ ഒരു വൺ ഓഫ് ദ കോർ വാല്യൂ ഈസ് എൻവയോൺമെൻറ്റൽ സെൻസിറ്റിവിറ്റിയാണ്. അപ്പം അതിനെ കൂടെ മുൻനിർത്തി അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഓൾ ഐഡിയ വന്നിരിക്കുന്നത്. ഫോറിനേഴ്സ് ഭയങ്കരമായിട്ട് ഇതിനെ വളരെ വലിയ രീതിയിൽ ഇതിനെ അപ്രിസിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു വലിയൊരു വാ ഫാക്ടറാണിത് വരുമ്പോഴത്തേന്, കാണുമ്പോഴത്തേന്. എസ്പെഷ്യലി ന്യൂസ് പേപ്പർ, മാഗസിൻ, പ്ലൈവുഡ്. സോ ലാസ്റ്റ് ഇയർ ഞങ്ങൾ ക്രിസ്മസ് ട്രീ ചെയ്തത് ബോട്ടിൽസ് വെച്ചിട്ടായിരുന്നു, എംറ്റി ബോട്ടിൽസ്. അപ്പോൾ അത് മാത്രം വെച്ചിട്ട് ക്രിസ്മസ് ട്രീ ക്രിയേറ്റ് ചെയ്തത്. ഈ വർഷം നമ്മൾ ചെയ്തിരിക്കുന്നത് വേസ്റ്റ് പ്ലൈവുഡ് വെച്ചിട്ടാണ്. അപ്പം ബട്ട് നമ്മുടെ ലോക്കൽ ആൾക്കാരെക്കാട്ടിലും കൂടുതലായിട്ട് ഇത് അപ്രിസിയേറ്റ് ചെയ്യുന്നത് ഫോറിനേഴ്സാണ്. അവർക്കാണിത് കാണുമ്പോഴത്തേന് കുറച്ചുകൂടെ അവർ ഭയങ്കര ത്രില്ലാണ്. എന്തിനാണ് വെറുതെ വലിയ തുകയ്ക്ക് അലങ്കാര വസ്തുക്കൾ വാങ്ങിവെക്കുന്നത്? അല്പം കലാബോധവും മെനക്കെടാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നിങ്ങളുടെ വീടും ഓഫീസും സ്ഥാപനങ്ങളുമൊക്കെ ഇങ്ങനെ അലങ്കരിക്കാം. പണം ലാഭിക്കാം. പ്രകൃതിയോടിണങ്ങും വിധം പാഴ്വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കാം. പിന്നെ നല്ലൊരു കലയൊരുക്കിയതിന്റെ ആത്മസംതൃപ്തിയും നേടാം. ഇന്നത്തെ സെൽഫി ഇവിടെ പൂർണ്ണമാകുന്നു. നമുക്ക് കാണാം വീണ്ടും.